ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ആ സ്ത്രീ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ഫിലിം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. മാസങ്ങൾ മാത്രം വളർച്ചയുള്ള മകളെ അവര് അച്ഛനെ ഏൽപ്പിച്ചിട്ട് അലക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അച്ഛന് കുഞ്ഞിനെയും കൊണ്ട് വാതിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയമായിട്ട് കുഞ്ഞിൻ്റെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല, അച്ഛൻ്റെ സംസാരമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അവർ താക്കോൽ ദൂരത്തിലൂടെ നോക്കുമ്പോൾ സ്വന്തം ജനനേന്ദ്രിയം, ഒരു അച്ഛൻ അവരുടെ ജനനേന്ദ്രിയം അവരുടെ മകളുടെ, അത് മാസങ്ങൾ മാത്രമുള്ള മകളുടെ വായിൽ തിരുകിയിരിക്കുന്ന കാഴ്ചയാണ് ആ അമ്മ കാണുന്നത്. അപ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി, തകർച്ച എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഹസ്ബൻഡിനോട് ഇതിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഞാൻ നിന്നെ വിളിക്കുമ്പോഴെല്ലാം നീ വരാത്തത് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജനനേന്ദ്രിയം മകളുടെ വായിൽ വെച്ച് കൊടുത്തതെന്ന്. 2023 മുതിർന്ന സ്ത്രീകൾക്കെതിരെ കേരളത്തിൽ ലൈംഗികാക്രമണങ്ങൾ നടന്നിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് 2562 ആണ്. എന്നാൽ 2022 കുഞ്ഞുങ്ങൾക്കെതിരെ 4554, അതുപോലെ തന്നെ 2023 4641 കണക്കുകൾ. അതായത് മുതിർന്നവരെക്കാൾ ഇരട്ടിയാണ് കുഞ്ഞുങ്ങൾക്കെതിരെ ലൈംഗിക ആക്രമണം കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ളത്. 2016 മുതൽ 2024 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 31,000 കേസുകളിൽ കൂടുതൽ ആണ് കേരളത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമണം നടന്നിട്ടുള്ളതായിട്ട് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അറിയാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിൽ ആൺകുട്ടിയും പെൺകുട്ടികളും അടക്കമുള്ള ലൈംഗികാക്രമണത്തിന്റെ കേസാണ് 31,000-ൽ കൂടുതൽ എന്ന് പറയുന്നത്. 2025 ഈ ഒക്ടോബർ മാസത്തിനുള്ള തൊട്ടു മുമ്പ് മാസം സെപ്റ്റംബറിൽ 120 കേസുകളിൽ കൂടുതലാണ് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ രൂക്ഷത എന്തുമാത്രമാണ് കേരളം കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമണത്തിൽ മുന്നോട്ട് കുതിക്കുന്നത് എന്ന് ഭീതിപ്പെടുത്തുന്ന ഈ കണക്ക് നമ്മളെ വെളിപ്പെടുത്തും, മനസ്സിലാക്കി തരും. നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. കുഞ്ഞുങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ കുഞ്ഞുങ്ങൾ ലൈംഗികാതിക്രമങ്ങളിൽ കൂടെ മാത്രമല്ല കടന്നു പോകുന്നത്. നമുക്കറിയാം, MDM മുതലായിട്ടുള്ള ഭീകരമായിട്ടുള്ള മയക്കുമരുന്നിൽ കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ട്രാപ്പിങ്ങിലൂടെ കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത്രയും ഭയാനകമായിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്നവർ നമുക്ക് കുട്ടികൾക്കെതിരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത് സ്വന്തം ആളുകൾ തന്നെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതിന്റെ മറഞ്ഞിരിക്കുന്ന ആളുകൾ, നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത, നമ്മളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള നിയമത്തിന്റെ തലവന്മാരാണ് പലപ്പോഴും MDM പോലെയുള്ള മയക്കുമരുന്നുകൾ കുട്ടികൾക്ക് നൽകിയിട്ട് അവരെ ചൂഷണം ചെയ്യുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് ലൈംഗികമായിട്ട് കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത, നമുക്ക് സംരക്ഷണം നൽകേണ്ട ആളുകളായിരിക്കും പലപ്പോഴും ഇത് ചെയ്യുന്നത്.